ഇന്നൊരു മത്തങ്ങ എലിശ്ശേരിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ നല്ലൊരു മത്തങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വിളഞ്ഞ മത്തങ്ങയാണ്. അത് നമുക്ക് കഴുകിയെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് കുറച്ച് ഉണക്കപ്പയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാണ്. അത് ഒരു അര ഗ്ലാസ്സോളം ഉണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് വെള്ളത്തിൽ കുതിർത്തായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ കറിക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല. അപ്പോൾ അത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ച് കൊടുക്കുകയാണ്. അത് വേകുന്ന സമയം കൊണ്ട് ഇനി മത്തങ്ങ മുറിച്ചെടുക്കാം. മത്തങ്ങ മുറിച്ചു. നല്ല കളറുണ്ട് മത്തങ്ങയ്ക്ക്, നല്ല കളറുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മത്തങ്ങയാണ്, നല്ല കളറുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഏകദേശം ഈ വലിപ്പത്തിലാണ് നമ്മൾ കഷ്ണങ്ങൾ മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുത്ത് നമുക്ക് ഇനി നേരത്തെ പയർ വേവിച്ച വെള്ളത്തിൽ നിന്ന് ബാലൻസ് ഉള്ള വെള്ളം എടുത്ത് ഈ മത്തങ്ങയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വെള്ളം ഈ കറിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിന് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തത്. അതിൻ്റെ പകുതി ഭാഗം എടുത്ത്, അരമുറിയുടെ പകുതി ഭാഗം എടുത്ത് നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് 4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കാന്താരിമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് വെള്ളം തൊടാതെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇത് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ശർക്കര, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ മത്തങ്ങ ഏകദേശം പകുതി വേഗമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇനി ഒന്നും കൂടി വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് നമ്മളിത് അരപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉണക്കപ്പയറും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് തിള വരുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കണം. അതിന് ശേഷം നമുക്ക് കറി താളിക്കാൻ ആവശ്യമായ ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഒരു 1/4 ടീസ്പൂൺ കടുക്, 4 ഉണക്കമുളക്, കുറച്ച് ഒരു 10 അല്ലി ചെറിയുള്ളി മുറിച്ചെടുത്താണ്, അതും തേങ്ങയും ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല ചുവക്കനെ നമുക്ക് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം. ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുകയാണ്. നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഈ മുളക് പൊടിയാണ് ചേർത്ത്. നേരത്തെ കുറച്ച് കാന്താരി മുളക് നമ്മൾ ചേർത്തു, അപ്പോൾ അതാണ് ചേർത്ത്. ഇതിപ്പോൾ ഏകദേശം ഈ പാകമാകുമ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കണം. സർവിങ് ഡിഷിലേക്ക് മാറ്റി എടുത്ത് വയ്ക്കാം. നമുക്കിനി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തങ്ങ എലിശ്ശേരിയുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുമല്ലോ. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.